തുടർ പഠനം അനന്ത സാധ്യതകൾ. ഈ പരിപാടിയിൽ ഇന്ന് വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ നടത്തിയ ഏകത വിദ്യാഭ്യാസ സെമിനാറിൽ വയനാട് ഡയറ്റ് ലെക്ചറർ ഡോക്ടർ മനോജ് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ 4ാം ഭാഗം കേൾക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എൻട്രൻസ് പഠിക്കുന്നതിന് മുമ്പ് 5 ഭാഷ പഠിക്കണം. 1ാമത്തെ ഭാഷയുടെ പേരാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഭാഷയുടെ പേര്? അമ്മ കെട്ടിപ്പിടിക്കാറുണ്ടോ? എല്ലാവരും തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാവോ? ഹലോ, എല്ലാവരും തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ഇത്രയും നേരം നിങ്ങൾ ഇങ്ങനെ മസിൽ പിടിച്ചോണ്ടിരുന്നപ്പോ ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് എന്താണ് ഒരു പുഞ്ചിരിയൊക്കെ വിരിയാൻ കാരണം എന്താ? നിങ്ങൾക്ക് അടുത്തടുത്ത സ്നേഹിതരും ബന്ധുക്കളും മറ്റു പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാവോ? മറ്റു പ്രയാസമൊന്നും ഉണ്ടാക്കരുത്. മക്കളും ബന്ധുക്കളും അടുത്തടുത്ത സ്നേഹിതരും ഒക്കെ ആണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക. ഒന്ന് ചെയ്യൂ, ഒന്നും സംഭവിക്കൊന്നുമില്ല. ഓക്കെ. ഞാൻ ഈ പറയുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം ജനിക്കുന്നുണ്ടോ? എന്താണ് ഇവിടെ സംഭവിച്ചത്? അനാട്ടമിക്കലി എന്താ സംഭവിച്ചേ? നിങ്ങളുടെ ബ്രെയിനില് പെട്ടെന്നൊരു ഹോർമോൺ ചേഞ്ചസ് ഉണ്ടായി. ഇത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ. ഒരു ഡോപ്പാമിൻ പമ്പിംഗ് ഉണ്ടായി. അത് നിങ്ങളുടെ ഹെമിസ്ഫിയറിന്റെ നടുവിലുള്ള ന്യൂക്ലിയസ് അക്യുപൻസിൽ എത്തിയ ഒരു ആനന്ദം ഉണ്ടായി. ഇത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് 1ാമത്തെ ലവ് ലാംഗ്വേജ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പണ്ട് ഒരു കഥ പറയാം. ഈ എഡ്വേർഡ് ഹാർലോ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ കേരളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ചുരത്തില് ഒരു മങ്കി വണ്ടി കയറി ചത്തുപോയി. ആ മങ്കി പ്രസവിച്ചിട്ട് ഒരാഴ്ച പോലും ആകാത്ത ഒരു കുഞ്ഞ് ഈ മങ്കിയുടെ ബോഡിയിൽ തല തന്നെ തകർന്നു പോയ ആ അമ്മയുടെ ബോഡിയിൽ നിന്ന് മുലപ്പാല് കഴിക്കുകയാണ്. എന്നിട്ട് ആ മങ്കി കുഞ്ഞ് മനുഷ്യൻ കരയുന്നത് പോലെ ആ ബോഡിയെ തല്ലി കരയുകയാണ്. കേൾക്കുന്നുണ്ടോ? ഒരു ഭയങ്കര സങ്കട കാഴ്ച. ഈ ശാസ്ത്രജ്ഞൻ കുറച്ചു നേരം അവിടെ വണ്ടി നിർത്തിയിട്ട് ഈ മങ്കി കുഞ്ഞിന്റെ അവസ്ഥയൊക്കെ പരിഹരിക്കാൻ ബിസ്ക്കറ്റ് മിഠായിയൊക്കെ ഇട്ട് കൊടുത്തു. ഒന്നും കഴിക്കുന്നില്ല. അവസാനം ആ മനുഷ്യൻ ആ മങ്കിത്തള്ളിയെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ആ മങ്കി കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. വീട്ടിൽ കൊണ്ടുപോയി അതിനെ പരിപാലിക്കുമ്പോ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അത് ഇത്തിരി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. പക്ഷെ മങ്കി കുഞ്ഞിന്റെ മുഖത്ത് വല്ലാത്ത സങ്കടമാണ്. ആ സങ്കടം തീർക്കാനായിട്ട് അദ്ദേഹം ചെയ്ത ഒരു വിദ്യ, ഒരു ഇരുമ്പിന്റെ അമ്മയെ നിർമ്മിച്ചു. തന്റെ ചത്തുപോയ ആ മങ്കിത്തള്ളയുടെ അതേ ഷേപ്പിൽ ഒരു ഇരുമ്പിന്റെ അമ്മ ഉണ്ടാക്കി. ആ അമ്മയ്ക്ക് 2 ബ്രസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അതിൽ കുപ്പിപ്പാലൊക്കെ വെച്ച് ഈ അമ്മേനെ ഈ കുഞ്ഞിന്റെ റൂമിൽ കൊണ്ട് വെച്ചു കൊടുത്തു. ഈ കുഞ്ഞ് ഓടിപ്പോയി അതിനെ കെട്ടിപ്പിടിച്ചു. തന്റെ അമ്മയെ കിട്ടിയ സന്തോഷത്തിൽ അത് ഭയങ്കര ആനന്ദം അനുഭവിച്ചു. അമ്മയിൽ നിന്ന് പാല് കുടിച്ചു. അത് തുള്ളിച്ചാടി. അങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന മങ്കിക്കുഞ്ഞിന്റെ ഇടയിലേക്ക് മറ്റൊരമ്മയെ കൊണ്ടുവന്നു. ഈ പ്രാവശ്യത്തെ അമ്മ പഞ്ഞി കൊണ്ടും തുണി കൊണ്ടും സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടും നിർമ്മിച്ച അമ്മയായിരുന്നു. പക്ഷെ അതിന് കുപ്പിപ്പാലും ഇല്ല, ബ്രസ്റ്റും ഇല്ല. കളിക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരമ്മ. ഈ അമ്മേനെ ആ മങ്കിക്കുഞ്ഞിന്റെ റൂമിൽ വെച്ചു കൊടുത്തു. ഈ മങ്കിക്കുഞ്ഞ് ഈ അമ്മേനെയും ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അതിനോടൊപ്പം കളിച്ചു, ചിരിച്ചു. വിശക്കുമ്പോ അടുത്ത അമ്മയുടെ അടുത്ത് പോയി പാല് കുടിച്ചു, അതിനോടൊപ്പം കളിച്ചു. 2 അമ്മമാരോടൊപ്പം ഇങ്ങനെ ആനന്ദകരമായി ജീവിക്കുകയായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഈ ശാസ്ത്രജ്ഞൻ ഈ മങ്കിക്കുഞ്ഞിനെ പുറത്തു കൊണ്ടുവച്ചാൽ സൗണ്ട് കേൾപ്പിച്ച് പേടിച്ച മങ്കിക്കുഞ്ഞ് ഓടി വന്ന് ഇതിലൊരമ്മയെ കെട്ടിപ്പിടിച്ചു. ഏതമ്മേനെ ആയിരിക്കും കെട്ടിപ്പിടിച്ചത്? പാല് കൊടുത്ത അമ്മേനെയാണോ പാല് കൊടുക്കാത്ത അമ്മേനെയാണോ? ഈ സൈഡ് ഏറ്റവും ബേക്കിലെ ഈ സൈഡിലുള്ളവർ പറ. പാല് കൊടുത്ത അമ്മേനെ ഉറക്കെ പറ. പാല് കൊടുത്ത അമ്മേനെ പാല് കൊടുക്കാത്ത അമ്മേനെയോ? പാല് കൊടുത്ത അമ്മനെ. ഇവിടെയുള്ളവരുടെ അഭിപ്രായം പറയൂ. പാല് കൊടുത്ത അമ്മ. യൂത്തന്മാര് പറ, മിടുക്കന്മാര് യൂത്തന്മാര് പറയൂ. പാല് കൊടുത്ത അമ്മേനെ ആയിരിക്കുമോ പാലില്ലാത്ത അമ്മേനെ ആയിരിക്കുമോ കെട്ടിപ്പിടിച്ചത്? പാല് കൊടുത്ത അമ്മ. പെൺകുട്ടികളുടെ ഏരിയ ആണല്ലോ, പറയൂ. ഇതിലായത് അമ്മേനെയാ നിങ്ങൾക്ക് ആ മങ്കിക്കുഞ്ഞ് കൂടുതൽ ഇഷ്ടപ്പെട്ട് കെട്ടിപ്പിടിച്ചത്? ഉറക്കെ പറ. പാല് കൊടുത്ത അമ്മ. പ്രിയപ്പെട്ടവരെ, 1000 തവണ പരീക്ഷണം നടത്തി 973 തവണയും ആ മങ്കിക്കുഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചത് പാല് കൊടുക്കാത്ത തന്റെ സോഫ്റ്റ് അമ്മേനെയായിരുന്നു. എന്നിട്ട് ആ ശാസ്ത്രജ്ഞൻ ലോകത്തോട് പറഞ്ഞു, എന്റെ പൊന്നും മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, മക്കൾക്ക് കൊടുക്കേണ്ട എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത്, മക്കൾക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ 1ാമത്തെ ഈ ലവ് ലാംഗ്വേജ്, നിങ്ങളുടെ ഫിസിക്കൽ ടച്ച് നിന്ന് പോയാൽ നിങ്ങൾ ഇനി എന്തെല്ലാം കൊടുത്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം അവിടെ ഇല്ലാതാകും. ആ കുഞ്ഞുങ്ങളുടെ സ്നേഹത്തിന്റെ ടാങ്ക് പറ്റിപ്പോയാൽ അവർ ഭ്രാന്തരായി പോകും. അവരെയും കൊണ്ട് ഈ സമൂഹത്തിനോ കുടുംബത്തിനോ അവർക്ക് പോലും ഗുണമില്ലാതാകും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ ഞാൻ ഇതുവരെയും പറഞ്ഞു. 1ാമത്തെ കാര്യം, അഭിനന്ദിക്കുക. എന്റെ ഭർത്താവ്, ഭാര്യ പറയാൻ, എന്റെ ഭർത്താവിനെ കാണാൻ എന്ത് രസമാണ്, എന്റെ ഭർത്താവ് എന്ത് മിടുക്കനാണ്, എന്റെ ഭർത്താവ് നല്ലതാണ്, എന്റെ ഭർത്താവിന് എന്റെ ചങ്കാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തോന്നൂലേ? പ്രായമായ ഭാര്യയാണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മയുണ്ട്, എൻ്റെ ഭാര്യ നീ ആടി മിടുക്കി, നിന്റെ കറി നല്ലതാണ്, നീ ഉണ്ടാക്കുന്നത് നല്ലതാണ്, നിന്നെ കാണാൻ നല്ലതാണ്, നിന്റെ ഭംഗി
നല്ലതാണ്. ഏത് ലോകത്തിലുള്ള സനാതനമായ സത്യങ്ങളിലൊന്ന് അഭിനന്ദനം ഇഷ്ടപ്പെടാത്ത ഒരാരുമില്ല. അത് മക്കൾക്ക് കൊടുക്കുക, മക്കൾക്ക് അനന്തമായി കിട്ടണം. ദിവസം ഒരു നേരം ഉമ്മ കൊടുക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. എത്രയൊക്കെ സമയം പറ്റുമോ അത്രയൊക്കെ സമയം ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഒന്നാമത്തെ അഭിനന്ദിക്കുക, രണ്ടാമത്തെ ഫിസിക്കൽ ടച്ച്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? പ്രിയപ്പെട്ട എന്റെ യൂത്തിനോട് പറയാനുള്ളത്, ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ജസ്റ്റ് ഒന്ന് കൈവക്കിക്കേ. ഓക്കെ, നിങ്ങളോട് ഈ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട, നിങ്ങൾ ഒരുപക്ഷെ മനഃശാസ്ത്ര പുസ്തകങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കണ്ടെത്തിയ ഒരു കാര്യം, നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാൻ പോവാണ്. നിങ്ങൾ കാൾ ജുങ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ, ഒരു കുഞ്ഞ് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഉയരങ്ങളിൽ എൻട്രൻസ് അല്ലെങ്കിൽ നേട്ടങ്ങൾ, എല്ലാവർക്കും ഋഷിരാജ് സിംഗ് ആകാൻ പറ്റുന്നില്ല, എല്ലാവർക്കും IAS IPS, എല്ലാവർക്കും ഡോക്ടർ, എല്ലാവർക്കും ടീച്ചറാകാൻ പറ്റുന്നില്ല, ആകാനുള്ള തന്ത്രത്തെ കുറിച്ച് അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള മനഃശാസ്ത്ര ലേഖനങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഖനത്തിലെ ഒരു പോയിന്റ്, നിങ്ങളിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ നിങ്ങൾക്ക് വികസിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിപാടിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ തലയിൽ 8500 കോടി ന്യൂറോണുകളുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ന്യൂറോണിന്റെ എണ്ണം 100 കോടിക്ക് അടുത്ത് മാത്രമേ ഉള്ളൂ. ലോകത്തിന്റെ പ്രിമിറ്റീവ് കാലഘട്ടത്തിൽ ആളുകള് 20 വയസ്സ് മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അന്ന് അവന്റെ തലച്ചോറിലും അന്നും 8500 കോടി ന്യൂറോൺ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ 10 കോടി പോലും ആ കാലത്ത് ഉപയോഗിച്ചിരുന്നില്ല. കാരണം അവന് ഭക്ഷണം കഴിക്കാനും വേട്ടയാടാനും ഓടി ഒളിക്കാനും മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പിന്നീട് മിഡീവൽ കാലഘട്ടമായപ്പോൾ ആളുകൾ ആയുർദൈർഘ്യം 30 കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ 50 കോടിയോളം ന്യൂറോൺ ഉപയോഗിക്കാൻ തുടങ്ങി. 2000 മനുഷ്യന്റെ യുനെസ്കോയുടെ കണക്ക് പ്രകാരം 100 കോടി ന്യൂറോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. 2025 ഒരു കണക്ക് വന്നിട്ടുണ്ട്. 2025 കണക്ക് പ്രകാരം നിങ്ങൾക്കറിയാം, നമ്മുടെ അധ്യാപകരൊക്കെ റിട്ടയർ ചെയ്യുന്ന ഫംഗ്ഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? റിട്ടയർ ചെയ്യുന്ന അധ്യാപകരൊക്കെ വളരെ ചെറുപ്പക്കാരാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയുടെയും ഒക്കെ മുഖമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയർ ചെയ്യുന്ന അധ്യാപകരൊക്കെ ഭയങ്കര പ്രായം തോന്നിക്കുമായിരുന്നു. പഴയ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പം ഭയങ്കര ചെറുപ്പക്കാരാ. കാരണം അവരുടെ ബ്രെയിനിന്റെ ഉപയോഗം ഇപ്പൊ ഓൺലൈൻ മീഡിയാസ്, സമഗ്ര, സമ്പൂർണ്ണ, അങ്ങനെ അനവധി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രെയിനിന്റെ ഉപയോഗം 100 കോടിയിൽ നിന്ന് 120 കോടിയിലേക്ക് ബ്രെയിനിന്റെ ന്യൂറോണുകൾ ഉപയോഗം കൂടിയത് കൊണ്ടാണ് ദീർഘായുസ് ഉണ്ടായത്. അതായത് ബ്രെയിനിൽ ഭയങ്കര സ്മാർട്ട്നെസ് ഉണ്ടായി, ആയുസ് ദൈർഘ്യം കൂടി, ആരോഗ്യം കൂടി. ഇനിയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള പോയിന്റ്. നിങ്ങളുടെ ഉള്ളിലെ ന്യൂറോണുകളുടെ എണ്ണത്തിനെ നിങ്ങൾക്ക് കൂട്ടാനുള്ള ഒരു തന്ത്രം നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളോട് ഒരു പക്ഷേ ഏകതയുടെ ഈ പരിശീലനത്തിന് ഇവിടെ വരുവാൻ പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു പ്രധാന കാരണം, കാൾ ജുങ് പറയുന്നത്, നമ്മുടെ ബ്രെയിനില് കളക്റ്റീവ് അൺകോൺഷ്യസ്, ഈ ടെക്നിക്കൽ ടേമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അത് കേട്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരു നിങ്ങളുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരു നിങ്ങൾ നിങ്ങളെക്കാളും പവർഫുൾ ആയിട്ടുണ്ട്. അതായത് ഇപ്പൊ മനോജ് കുമാർ എന്ന് പറയുന്ന എന്നിൽ എന്റെ കഴിവെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അപ്പൻ്റെ 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 എത്രയോ തലമുറയ്ക്ക് മുമ്പുള്ള ആളുകളുടെ അവരുടെ സെല്ലുകൾ, അവരുടെ കഴിവുകൾ, ന്യൂറോണുകൾ എന്നിൽ ജീനുകളായിട്ട് എൻ്റെ ബ്രെയിനിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയോ മുമ്പുള്ള തലമുറയിൽ നല്ലവരും ഉണ്ടാകാം, മോശം ആളുകളും ഉണ്ടാകാം. ആ നന്മകളെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ എനിക്ക് വിജയിക്കാൻ പറ്റും. ഉദാഹരണം പറയാൻ, നിങ്ങൾ ചിലപ്പം വളരെ വൃത്തികെട്ട മനുഷ്യന്മാർ നമ്മുടെ ഉള്ളിലുണ്ടാകും. നീറോ ചക്രവർത്തിമാരോ സാർ ചക്രവർത്തിമാരൊക്കെ ഉണ്ടാകും, മോശം വ്യക്തികളും ഉണ്ടാകും. ഓക്കെ, പ്രിയപ്പെട്ടവർ, ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മോളുടെ പേരെന്താ? ആവന്തികയ്ക്കുള്ളിൽ നോർമൽ അച്ഛനും അമ്മയും സ്കൂളും വിദ്യാഭ്യാസവും എല്ലാം കൂടെ നൽകുന്ന ഒരു 100 കോടി ന്യൂറോൺ ഉണ്ട്. അതുകൊണ്ട് അവൾ ഭക്ഷണം കഴിക്കുന്നു, പഠിക്കുന്നു, മിനിമം സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നു. ആവന്തികയ്ക്ക് എൻട്രൻസ് നേടി 1ാം റാങ്ക് കിട്ടണമെങ്കിൽ ആവന്തിക ചെയ്യേണ്ട കാര്യം, ആവന്തികയ്ക്ക് ഒരു ഉദാഹരണം പറയാം. നാളെ ടൂറ് പോകണം, 3 മണിക്ക് എണീക്കണമെന്ന് ആവന്തികയോട് വീട്ടുകാരെല്ലാം പറഞ്ഞ് ആവന്തിക ഒരു 9 മണിയാകുമ്പോൾ കിടന്നുറങ്ങി. 3 മണിക്ക് 2:58 അല്ലെങ്കിൽ 2:59 ആവുമ്പം അലാറം അടിക്കുന്നതിന് മുമ്പ് ആവന്തിക ചാടി എണീക്കും. ആരാണ് ആവന്തികയെ വിളിച്ചുണർത്തിയത്? ഉത്തരം പറയോ? 3 മണിക്ക് അലാറം വെച്ചു രാവിലെ, പക്ഷെ 2:59 തന്നെ ആവന്തിക ചാടി എണീറ്റു. ആവന്തിക ആരെ വിളിച്ചുണർത്തിയത്? എന്റെ ആവന്തികയെ ദൈവമോ പഠിച്ചോനൊന്നുമല്ല, നിന്റെ ഉള്ളില് നീ അറിയാത്ത, നീ ഉപയോഗിക്കുന്ന 100 കോടി ന്യൂറോണുകൾ മാത്രമേ നിനക്കിപ്പോ നീ ഉപയോഗിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് 8500 കോടി ന്യൂറോൺ നിന്റെ ബ്രെയിനിലുണ്ട്.
ആ ബ്രെയിൻ ആണ് അത് നിന്റെ അടിമയായ നിന്നിലുള്ള മറ്റൊരു നീയുണ്ട്. നിന്നിലുള്ളിലെ മറ്റൊരു നിനക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയാൽ, അതിനെ നിനക്ക് പരിശീലിപ്പിക്കാൻ പറ്റിയാൽ, നീ നിലവിലുള്ളതിനേക്കാളും പവർഫുൾ ആവും. ഞാൻ പറയുന്ന പോയിന്റ് പ്രിയപ്പെട്ട കുട്ടികൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നിന്റെ ഉള്ളിൽ നോർമൽ കുട്ടികളെ പോലെ ജീവിക്കാനുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആകണമെങ്കിൽ നിന്റെ ഉള്ളിലുള്ള കഴിവിനെ, അതായത് 8500 കോടി ന്യൂറോണിൽ ഇപ്പൊ നീ 100 ഉപയോഗിക്കുന്നുള്ളൂ, ഒരു 150ലേക്ക് നിനക്ക് എത്തിക്കാൻ വേണ്ടി നീ നിന്റെ ഇന്റേണൽ സ്ട്രെങ്തിനെ ഉപയോഗപ്പെടുത്തണം. ആ ഇന്റേണൽ സ്ട്രെങ്ത് ഉപയോഗിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്ക് പ്രചോദനം കൊടുക്കണം. എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിന്റെ മൾട്ടിപ്പിൾ ടാസ്ക് നീ ചെയ്യണം. നീ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കണം. അതിനുള്ള പാർട്ട് മാത്രമാണ് പണ്ട് കാലം തൊട്ട് എല്ലാവരും പറയുന്നത്. നീ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് നിന്റെ പ്ലാനിങ് നീ നടത്തണം. ഇന്നതൊക്കെ എനിക്ക് നാളെ ചെയ്യണം, എൻ്റെ ജീവിതത്തിൽ ഇന്നയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം, ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. നിന്നെ വേദനിപ്പിച്ച നിന്റെ പോരായ്മകളെ നിനക്ക് പ്രചോദനമാക്കി മാറ്റണം. ഞാൻ ജീവിതത്തിൽ വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. നിന്റെ ഉള്ളിലുള്ള ഇന്റേണൽ ആ എനർജി സ്രോതസ്സുണ്ട്. ഏതൊരു വ്യക്തിയിലും അപാരമായ എനർജി ഉണ്ട്. ആ എനർജിക്ക് ട്രെയിനിങ് കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ കഴിയാൻ വേണ്ടി പലപ്പോഴും പരിശീലന സെഷനുകൾ ആവശ്യമാണ്. ഒരു ദിവസത്തെ ഒരു പരിശീലനമല്ല, നിരന്തരമായിട്ട് ഐ ഡു, ഞാൻ ഇത് ചെയ്യും. നിന്റെ ഉള്ളിലുള്ള നിന്റെക്കാളും ശക്തനായ ആ നിന്നിലുള്ളിലെ നിന്നോട് നീ സംസാരിക്കണം. ഞാൻ പറയുന്ന ഒറ്റ പോയിന്റ് കൊണ്ട് ഞാൻ അവസാന മിനിറ്റിലേക്ക് നിർത്തിയാണ്. നീ നിന്നിലൊരു ആഭ്യന്തര കലകം ഉണ്ടാക്കണം. എന്നെ കേൾക്കുന്ന യൂത്തുകൾ ശ്രദ്ധിക്കുക. നീ നിന്നോട് തന്നെ സംസാരിക്കണം. നിന്റെ ഉള്ളിലുള്ള അപാര ശക്തിയുള്ള നിന്റെ ഒരു അടിമയുണ്ട്. ആ അടിമയ്ക്ക് ഒത്തിരി കഴിവുണ്ട്. പക്ഷെ നീ പറയുന്നത് മാത്രമേ ആ അടിമ കേൾക്കുള്ളൂ. അതുകൊണ്ട് നീ സ്വന്തം റൂമിൽ, അടച്ചിട്ട റൂമിൽ കണ്ണാടിക്ക് മുമ്പിൽ പോയി നീ കണ്ണടച്ച് നിന്റെ ബ്രെയിൻ്റെ സ്ട്രക്ചറെ ഒന്ന് ഓർത്ത്, അതിലെ അറിവിൻ്റെ കൂമ്പാരം നീ ഉപയോഗിക്കുന്നത് ഇത്തിരി കുറവാണെന്ന് നീ സ്വപ്നം കണ്ടിട്ട്, എൻ്റെ ബ്രെയിന് കൃഷിരാജ് സിംഗ് സാറിനെ പോലെ വലിയ ബ്രെയിൻ ഉണ്ടാകുന്ന ലോകത്ത് വിജയിച്ചിട്ടുള്ള ആളുകളെയൊക്കെ മനസ്സിലോർത്ത് എൻ്റെ ബ്രെയിനും വളരുന്നതായി സ്വപ്നം കണ്ടുകൊണ്ട് എനിക്കിത് വളരണമെന്ന് തീരുമാനമെടുക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ വളർച്ച പതുക്കെ തുടങ്ങും. അത് നിങ്ങൾക്ക് പരീക്ഷയൊന്നും അല്ല, ട്രെയിനിങ് ഒന്നും അല്ല. ജീവിതത്തിൽ എന്തും വിജയിക്കാൻ വേണ്ടി പോസിബിൾ ആകുന്ന നിങ്ങളുടെ ഇന്റേണൽ സ്ട്രെങ്തിനെ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ തൊട്ട് അതിന് ചിലപ്പോൾ മാനസികമായ പല തയ്യാറെടുപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സെഷനിലൊക്കെ നിങ്ങൾ ഏതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ പറയും. എന്നെ കേട്ടിരുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും മനോഹരമായിട്ട് ഒരു ഓഡിയൻസ് ഇത്ര ശാന്തമായിട്ട് എന്നെ കേട്ടതിൽ എനിക്ക് ഒത്തിരി ആനന്ദമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. മാതാപിതാക്കൾ, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ടാങ്ക് നിറയ്ക്കണം, സ്നേഹത്തിൻ്റെ ടാങ്ക് നിറയണം. അത് നിറയേണ്ടതും അച്ഛനും അമ്മയുടെ ടാങ്ക് നിറയുമ്പോൾ അത് ഓട്ടോമാറ്റിക് മക്കളിലേക്ക് എത്തിക്കോളും. അതിനെ കെട്ടിപ്പിടിച്ചും സ്നേഹിച്ചും ഉമ്മ വെച്ചും വീട്ടുകാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും അഭിനന്ദിച്ചും നീ മിടുക്കിയാണെന്ന് പറഞ്ഞുമൊക്കെയാണ് ജാമ്പവാന്റെ റോള് മാത്രമേ എടുക്കാവുള്ളൂ. കറക്റ്റ് ചെയ്യുന്ന റോൾ ആകരുത്. കുഞ്ഞുങ്ങൾ അവസരം വിട്ടുകൊടുക്കുക, അവർക്ക് അവരുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. അവരിങ്ങനെ താലോലിച്ച് കൊണ്ട് നടക്കണ്ട. നിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിന്റെ മജ്ജിയുടെ മജ്ജിയും മാംസത്തിന്റെ മാംസവും ആ കുഞ്ഞുങ്ങളുടെ അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവരെ ജാമ്പവാനെ പോലെ പ്രചോദിപ്പിക്കുക. തിരിച്ചറിയേണ്ടതുണ്ട്, ഈ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും അവനവൻ ഫൈറ്റ് ചെയ്തിട്ടാണ്. ഫൈറ്റ് ചെയ്യേണ്ടത് മാതാപിതാക്കളോടല്ല, അധ്യാപകരോടല്ല, സൊസൈറ്റിയോടല്ല. ഇന്റേണൽ ഫൈറ്റിംഗ് ആണ്. ഞാൻ അത് ആ അഹങ്കാരം, ജീവിത വിജയത്തിന് വേണ്ടിയുള്ള അഹങ്കാരം നിങ്ങൾ ഇന്റേണൽ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ലോകത്ത് വിജയിച്ച എല്ലാ ടാറ്റയും അംബാനിയും ബെർലിയും കിർലോസ്കറും അബ്ദുലാലും മുരുകപ്പിയും കൊച്ചൗസും ലോകത്തുള്ള എല്ലാ വ്യവസായ പ്രമുഖരും ജീവിത വിജയിച്ച ശാസ്ത്ര ലോകത്തെ ഇവരുമൊക്കെ ഇല്ലായ്മയിൽ നിന്ന് ആ ഇല്ലായ്മയെ വിജയമാക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്. നിങ്ങൾക്ക് അതിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എനിക്ക് തോന്നുന്നു ഒരു സാമുദായിക ശാക്തീകരണത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായ പ്രവർത്തനമാണ് അവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. ആ വിദ്യാഭ്യാസമാണ് അടുത്തൊരു തലമുറയെ നയിക്കുന്നതിൻ്റെ സംഘാടകരോട് ഹൃദയമായി ഈ വയനാടിൻ്റെ സമ്പത്താണ് ഇവിടെ ഇരിക്കുന്ന മക്കള്. ഈ മക്കളെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു, ഈ മക്കളെ ഒന്നിച്ചിരുത്താൻ കഴിഞ്ഞു.
നിങ്ങൾ ഈ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുക്കുന്നത് നാളത്തെ എത്രയോ തലമുറയുടെ വിജയത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. ഇതിന് മുതിർന്നവരെ ആദരപൂർവ്വം സ്നേഹിച്ച് ബഹുമാനിച്ചുകൊണ്ട് ഈ അവസരം നിങ്ങളോടൊപ്പം ആകാൻ കഴിഞ്ഞതിൽ എല്ലാവിധ അഭിനന്ദനവും നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം. തുടർ പഠനം അനന്ത സാധ്യതകൾ. ഈ പരിപാടിയിൽ നിന്ന് ശ്രോതാക്കൾ കേട്ടത് ബത്തേരിയിൽ വെച്ച് നടത്തിയ ഏകതാ വിദ്യാഭ്യാസ സെമിനാറിൽ വയനാട് ഡയറ്റ് ലെക്ചറർ ഡോക്ടർ മനോജ് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ 4ാം ഭാഗമായിരുന്നു.